ഹായ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഈ ചാനൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. പല കാരണങ്ങൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇനി അങ്ങോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എന്തായാലും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡിങ്ങും ഫിനാൻസിങ്ങും ഒന്നുമല്ല. ഞാൻ കൂടുതലും എൻ്റെ ചാനലിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ട്രേഡിങ്ങിനെ കുറിച്ചും ഫൈനാൻസിനെ പറ്റിയിട്ടും ഒരു എക്കണോമി നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻവോൾവിനെ കുറിച്ചിട്ടൊക്കെയാണ്. സോ ഇന്നെന്തായാലും ഞാൻ ആ വക കാര്യങ്ങളും സംസാരിക്കുന്നില്ല. ഞാൻ വളരെ ലഘുവായിട്ടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ റീസെൻ്റ്ലി ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു, അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ജെയിംസ് ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ ബുക്കാണ്. വളരെ നല്ലൊരു ബുക്കാണ്. നിങ്ങൾ ചിലപ്പം വായിച്ചിട്ടുണ്ടാവും പലരും. ഇനി വായിക്കാത്തവരുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും വായിക്കണം. അപ്പോൾ ഞാൻ ഈ ബുക്കിൻ്റെ ഒരു റെഫറൻസ്, എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഹാബിറ്റ്സ് ഉണ്ട്. നല്ല ഹാബിറ്റ്സ് ഉണ്ടാവാം, ചീത്ത ഹാബിറ്റ്സ് ഉണ്ടാവും. എങ്ങനെ ഒരു നല്ല ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാം? നല്ലൊരു ഹാബിറ്റ്സ് നമ്മൾ ഡെയിലി ലൈഫിൽ 1% വെച്ച് ഒരു 1% റൂളൊക്കെ പറയുന്നുണ്ട് ഈ ബുക്കിൽ. അതായത് ഒരു 1% റൂൾ എങ്ങനെ നമ്മുടെ ഒരു ഡെയിലി ഹാബിറ്റ്സിലേക്ക് കൊണ്ടുവരാം. അതേപോലെ നമുക്കിപ്പോൾ ചില ആളുകൾക്ക് ചില ചീത്ത ഹാബിറ്റ്സുകൾ ഉണ്ടാവും, ചിലവർക്ക് സ്മോക്ക് ചെയ്യണമെന്നുണ്ടാവാം. സോ ഇതൊക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു നല്ല ഹാബിറ്റ്സിനെ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് കംപ്ലീറ്റ് റെഫറൻസോട് കൂടിയിട്ട് ഈ ബുക്കിൽ പറയുന്നുണ്ട്. ഒരുപാട് വലിയ കാര്യങ്ങളല്ലേ ഇതിൽ സംസാരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വളരെ ചെറിയ ചെറിയ ടൈനി ആയിട്ടുള്ള നമ്മൾ ഡെയിലി ലൈഫിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ മുതൽ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ആ ചെറിയ ചെറിയ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ഒരു വലിയൊരു ഡ്രീമിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വപ്നത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നതിനൊക്കെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് ഈ ബുക്കിൽ പറയുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് ഓട്ടോമിക് ഹാബിറ്റ്സ്. ചെയ്യാൻ ഇപ്പം നമുക്കൊരു ഒരു ന്യൂ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു 2 minutes റൂളൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് ചിലപ്പം തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമായിരിക്കും, എങ്കിൽ പോലും നമുക്കത് ഒരു നല്ല ഹാബിറ്റ്സ് ആണ്. അത് നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമ്മുടെ ഒരു മൈൻഡ് അതിന് വേണ്ടിയിട്ട് സംവെയർ ഒരു റെസിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടാവും. സോ അതെങ്ങനെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് നമ്മളെങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളത് അതിനൊരു 2 minutes റൂൾസിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹാബിറ്റ്സ്, ഒരു പുതിയ ഹാബിറ്റ്സ്, ഇപ്പോൾ ചില ആളുകൾക്ക് ബുക്ക് വായിക്കുന്നതാവാം, ചില ആളുകൾക്ക് ഇതേപോലെ മെഡിറ്റേഷൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഓടാൻ പോകുന്നതിനെ പറ്റിയിട്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു 2 minutes ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു 2 minutes നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നീട് ആ ഒരു കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഫസ്റ്റ് തിങ്. സോ ആ കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കലി അതൊരു ഹാബിറ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ വരും. അപ്പോൾ നമ്മുടെ 2 minutes നമ്മൾ പതിയെ 3 minutes ആക്കാം, 5 minutes ആക്കാം, 10 minutes ആക്കാം. ഇങ്ങനെ സ്ലോലി നമ്മൾ നമ്മുടെ നല്ല ഹാബിറ്റ്സിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ നമുക്ക് ചിലപ്പം ചെറിയ ബാഡ് ഹാബിറ്റ്സുകൾ ഉണ്ടാവും. ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, സ്മോക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മോക്ക് ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കുന്നവർക്ക് ഡ്രിങ്ക്സ് കഴിക്കാൻ തോന്നും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നൈറ്റിൽ ബെഡിൽ കിടന്നിട്ട് പലർക്കുള്ള ശരിയാണ് ഫോണിൽ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ അവോയ്ഡ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് ഈ ബുക്കിൽ. സോ വളരെ നല്ലൊരു ബുക്കാണ്. ഇപ്പോൾ ഞാൻ ഈ റെഫറൻസ് പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ ഈ ബുക്ക് വായിക്കാതിരിക്കരുത്. കാരണം ഞാൻ പറയുന്നതും ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷനും തമ്മിൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. കാരണം ഈ ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ, വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, നമുക്ക് തന്നെ നമ്മളോട് തോന്നും, ഓക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ, അതായത് ശരിക്കും ഇങ്ങനെയൊക്കെ ആണോ എന്നുള്ളവരെ നമുക്ക് തോന്നിപ്പോകും. സോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ റെഫറൻസുകൾ പറഞ്ഞിട്ട് നല്ല രസകരമായിട്ട് ഈ ബുക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇതിൻ്റെ ഓഥർ. സോ എന്തായാലും എല്ലാവരും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് വായിക്കാം. ഇനി നമ്മുടെ ഒരു ഹാബിറ്റ്സും നമ്മുടെ ഒരു ട്രേഡിങ്ങും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം.